അങ്ങനെ ബാക്ക് ടു റുട്ടീൻ അല്ല, ബാക്ക് ടു ന്യൂ റുട്ടീൻ. ഇന്ന് അനൂപിന് ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നേ. അപ്പോൾ ഞാനും മാധവിയും എൻജോയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആസ് എ ന്യൂ മദർ എല്ലാ ദിവസവും അവളുടെ കയ്യിൽ നിന്ന് പുതിയ പുതിയ സർപ്രൈസസ് ഉണ്ടാവും. ഇന്നത്തെ പുതിയ സർപ്രൈസ്, എത്ര ഉറക്കിയിട്ട് ബെഡിൽ കൊണ്ട് കിടത്തിയാലും 2 മിനിറ്റ് കഴിയുമ്പോൾ അവൾ എണീക്കും. അതുകൊണ്ട് അവളുടെ തൊട്ടിൽ നനച്ച തുണി ഇടുന്ന സ്റ്റോറേജായി മാറിയിരിക്കുന്നു. പല പല അറ്റംപ്റ്റുകളിട്ട് ഞാൻ അവളെ ഉറക്കാൻ ശ്രമിച്ചെങ്കിലും അതിനേക്കാളും വലിയ അറ്റംപ്റ്റ് ഇട്ട് അവൾ എണീറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, സിമ്പിൾ ആൻഡ് ഈസി ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ഈ ഒരു ട്രെൻഡ് വന്നിട്ട് ഈ ഐറ്റം ഏറ്റവും അവസാനം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഒരു പാത്രം, പിന്നെ ബട്ടർ, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ബൺ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഐറ്റം പിടിയിട്ടിട്ടുണ്ടാവും. പ്രഗ്നൻസിയുടെയും ഡെലിവറിയുടെയും സമയത്ത് മിസ്സായി പോയൊരു ഐറ്റമാണ്. അപ്പോൾ ഫ്രീ ആയപ്പോൾ ആദ്യമേ ഇതല്ലേ പരീക്ഷിക്കണ്ടേ? അങ്ങനെ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ബ്ലെൻഡ് ചെയ്തെടുക്കുക വിത്ത് വാനില എസൻസ്. കണ്ടൻസ്ഡ് മിൽക്കിൽ കൈയിട്ട് നിൽക്കുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി. ഇത്ര നേരം നിന്നപ്പോഴേക്കും ഞാൻ നല്ല ടയർഡായേ. അപ്പോൾ ബാക്കി ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇരുന്നപ്പോഴേക്കും മാഡം എണീറ്റ്. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്തേക്കാം. അധികം ടഫ് അല്ലാത്ത സ്റ്റെപ്സ് ആയതുകൊണ്ട് അവളെ കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന പോലെ ബണ്ണ് 2ആയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് ബണ്ണ് ചേർത്ത് വെക്കുക. എക്സ്ട്രാ വന്ന ക്രീം ബണ്ണിൻ്റെ സൈഡിൽ തേക്കുക. അങ്ങനെ നമ്മുടെ ബൺ മസ്ക് റെഡി. ഇത് ചായയുടെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. എങ്കിൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. ബായ്.